ഒരു ദിവസം അച്ഛനും മകനും കൂടി പലചരക്ക് കടയിൽ സാധനം വാങ്ങുവാനായി പോയി. സാധനം വാങ്ങിയിട്ട് കാശും കൊടുത്തു പോരുവാൻ തുടങ്ങിയപ്പോൾ ആ കടക്കാരൻ ആ ചെറിയ കുട്ടിയെ നോക്കി, മോനെ, ഈ കുപ്പിയിൽ കൈയിട്ട് കൈ നിറയെ മിഠായി എടുത്തുകൊള്ളുവാൻ പറഞ്ഞു. ആ കുട്ടി ഒന്നും മിണ്ടാതെ തന്റെ അച്ഛനെ നോക്കി. കടക്കാരൻ പിന്നെയും പറഞ്ഞു, എടുത്തോ മോനെ, ഈ മിഠായി ഫ്രീ ആണ്. എന്നിട്ടും ആ കുട്ടി മിഠായി എടുക്കാതെ അച്ഛനെ നോക്കിയിട്ട് അവിടെ തന്നെ നിന്നു. ഉടനെ അച്ഛൻ ആ കുപ്പിയിൽ കൈയിട്ട് കൈ നിറയെ മിഠായി എടുത്ത് ആ കുട്ടിക്ക് കൊടുത്തു. വീട്ടിലേക്ക് മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ആ കുട്ടിയോട് ചോദിച്ചു, ആ അങ്കിൾ പറഞ്ഞിട്ടും നീ കൈയിട്ട് ആ മിഠായി എടുക്കാത്തതെന്താണ്? ആ കുട്ടി ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ അച്ഛനോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ എന്താ കൈയിട്ട് ആ മിഠായി എടുക്കാത്തതെന്ന് അറിയാമോ അച്ഛാ? അച്ഛന്റെ കൈ എന്റെ കൈയെക്കാട്ടിലും വലുതാണെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ്. അതേ സുഹൃത്തെ, നമ്മുടെ സ്വർഗീയ പിതാവിന്റെയും കൈ വളരെ വലുതാണ്. അതുകൊണ്ട് ഇനി നമുക്ക് എന്താവശ്യമുണ്ടെങ്കിലും സ്വർഗത്തിലുള്ള നമ്മുടെ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിക്കാം. എന്തെന്നാൽ അവന്റെ കൈകൾ നമ്മുടെ കൈകളേക്കാൾ വളരെ വലുതാണ്. നമ്മുടെ സ്വന്തം കഴിവിനാൽ നാം എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് എന്തെങ്കിലും നേടാൻ ശ്രമിച്ചാൽ നമുക്ക് കുറച്ചു മാത്രമേ അത് ലഭിക്കൂ. എന്നാൽ നമ്മുടെ പിതാവായ ദൈവത്തിൽ എല്ലാം ഭരമേൽപ്പിച്ച് അവൻ തരുന്നതിനു വേണ്ടി കാത്തിരുന്നാൽ അളവില്ലാത്ത അനുഗ്രഹങ്ങൾ അവങ്കൽ നിന്ന് നമുക്ക് ലഭിക്കും. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ബൈബിളിലും നാം വായിക്കുന്നു. അതുമാത്രമല്ല, നമുക്കൊരു ടെൻഷനുമില്ലാതെ സമാധാനമായി ജീവിക്കുകയും ചെയ്യാം. എന്താ, ഇനി അങ്ങനെ ചെയ്യുമോ?